പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഹരവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. പ്രശസ്ത വേദശാസ്ത്രജ്ഞനായ ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ വെളിപ്പെടുത്തിയ ഒരു സംഭവം വായിച്ചത് ഓർമ്മയിൽ വരുന്നു. ഒരു യുവാവും യുവതിയും പ്രേമബദ്ധരായി വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് അവർ വിവാഹിതരാകുകയാണ്. പൊതുവെ കാണുന്നത് പോലെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അവരെ വളരെ സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുകയാണ്. ഭർത്താവ് നിരന്തരം ഭാര്യയെ ഉപദ്രവിക്കുന്നതായ അവസ്ഥ, ഒരു തരത്തിലും അവർക്കൊരു സന്തോഷവും സമാധാനവുമില്ലാത്ത കുടുംബജീവിതം. കുടുംബജീവിതം തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ അവർ പരസ്പരം വേർപെട്ട് താമസിക്കുവാനായിട്ട് തയ്യാറായി. അങ്ങനെ മാറി താമസിക്കുമ്പോഴും ഈ ഭാര്യ തൻ്റെ ഭർത്താവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭർത്താവ് തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവനാണെങ്കിൽ പോലും അദ്ദേഹം നല്ലവനാണ്, ഒരു നല്ല മനസ്സാക്ഷിയുടെ ഉടമയാണ് എന്നൊക്കെയാണ് അവൾ മറ്റുള്ളവരോട് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് അവർ വീണ്ടും ഒരുമിച്ച് ചേരണമെന്നുള്ളതായ ആഗ്രഹം അവളെ ഭരിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടുവരുന്നു. എന്തായാലും അവരുടെ ആഗ്രഹം സഫലമായില്ല എന്ന് മാത്രമല്ല, അവളൊരു മാരക രോഗത്തിന് അടിമയായി അധികം താമസിയാതെ അവൾ മരണപ്പെടും എന്നുള്ളതായ അവസ്ഥയിൽ അവൾ ആത്മകഥം പറയുകയായിരുന്നു. എനിക്കെൻ്റെ ഭർത്താവിനെ ഇവിടെ തിരികെ കിട്ടിയില്ലെങ്കിലും എൻ്റെ മരണാനന്തര ജീവിതത്തിൽ അദ്ദേഹത്തെ എനിക്ക് നേടുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയോടെ അവൾ മരണപ്പെടുകയാണ്. ഇവളുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് പറയുകയായിരുന്നു, അദ്ദേഹത്തോടുള്ളതായ അവളുടെ ആ മനോഭാവം വേർപെട്ട് താമസിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അവളെ കഠിനമായി ഉപദ്രവിച്ചിരുന്നവനാണെങ്കിലും അയാൾ സ്നേഹവാനാണ് എന്നുള്ളതായ അവളുടെ വെളിപ്പെടുത്തലുകളൊക്കെ ഈ മനുഷ്യനോട് അയാളുടെ സുഹൃത്തുക്കളെ പങ്കുവയ്ക്കുവാനായിട്ടിടയായി. ഇതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം പശ്ചാത്തപിച്ചു എന്ന് മാത്രമല്ല, മാനസാന്തരപ്പെട്ട് അദ്ദേഹം ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിൽ, പുരോഹിതന്മാരുമായിട്ടുള്ള അടുപ്പത്തിൽ ഒരു വൈദികനാകുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു സന്യാസാശ്രമത്തിൽ ചേർന്ന് വൈദികനാകുവാനായിട്ട് തയ്യാറായി. ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പങ്കെടുത്തതായ ഒരു ധ്യാനത്തിൽ ഒരു വൈദികൻ ഈ അനുഭവം പങ്കുവച്ചിട്ട് അവസാനം അദ്ദേഹം പറയുകയായിരുന്നു, ആ മനുഷ്യൻ ഞാൻ തന്നെയാണെന്ന്. പ്രശസ്ത വേദശാസ്ത്രജ്ഞനായ
ഫുൾട്ടൻ ജെ ഷീൻ വെളിപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവമാണ് അദ്ദേഹത്തെ പോലും തീക്ഷ്ണമായ ദൈവാനുഭവത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായത് എന്ന്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും സഹനങ്ങളും വേദനകളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സാഹചര്യങ്ങളെ മാത്രമല്ല, നമ്മുടെ ബന്ധുമിത്രാദികളെ മാത്രമല്ല, ദൈവത്തെ പോലും തള്ളിപ്പറയുവാനായിട്ട് തയ്യാറാകുന്നവരാണ് നമ്മൾ. എന്നാൽ യഥാർത്ഥ സമർപ്പണം എന്ന് പറയുന്നത് സഹനത്തിലൂടെയാണ് ഉരുത്തിരിയുന്നത് എന്ന് നാം കണ്ടെത്തണം. സഹനത്തിലൂടെ ഉരുത്തിരിയുന്നതായ സമർപ്പണത്തിലാണ് ദൈവിക സ്വാതന്ത്ര്യം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഇന്ന് സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ കഴിയുന്നത്. എന്നാൽ ഈ സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും സഹനത്തിൻ്റെ തീച്ചൂളയിൽ കൂടി ലഭിക്കുമ്പോൾ ആത്യന്തികമായി നമുക്ക് അനുഭവപ്പെടുന്നതായൊരു വാസ്തവമാണ് എന്നുള്ളത് കണ്ടെത്തണം. തിരുവചനത്തിലെ ചില കഥാപാത്രങ്ങളെ നമുക്ക് വിലയിരുത്തിയാൽ ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഏറ്റവും സുപരിചിതമായ കഥാപാത്രമാണ് കന്യാമറിയാം. കന്യാമറിയാമിൻ്റെ ജീവിതത്തിലെ അവൾ അനുഭവിക്കേണ്ടി വന്നതായ സഹനങ്ങൾ ഇന്ന് ലോകത്താർക്കെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അവൾ വളർന്നത് തന്നെ ദേവാലയത്തിലായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം അവളുടെ കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വന്നതുകൊണ്ടാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ വിവാഹം നടക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് അവൾക്ക് ലഭിക്കുകയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്നുള്ളൊരു വാർത്ത ഇന്നൊന്നും അത്ര ഗൗരവമായിട്ടൊന്നും ആരും ചിന്തിക്കുന്നില്ല. എന്നാൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുവാൻ്റെ കോണം ആ ഒരവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നതായ ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ അത് ഒരു വിളിയായിട്ട് സ്വീകരിക്കുവാനായിട്ട് മറിയാമിന് സാധിച്ചു. ഇന്ന് സുവിശേഷവൽക്കരണത്തിൽ എന്താ പറയുക, ഒരു അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് ഭാഗ്യമെന്ന് കരുതുന്നവരാണ്. വചനം പറയുന്നുണ്ട്, ഞാൻ ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് നിങ്ങളെ അയക്കുന്നത്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണമെന്ന്. സുവിശേഷവൽക്കരണത്തിനുള്ളതായ ഒരു വേദി എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യമായിട്ട് ആരും അതിനെ കണ്ടെത്തേണ്ടതില്ല. അനുകൂലമായ സാഹചര്യങ്ങളിൽ സുവിശേഷവൽക്കരണത്തിന് അർത്ഥമില്ലതാനും, മറിച്ച് പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തമ്പുരാൻ്റെ സമാധാനത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അത് ആ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ഇടയാകും.
കന്യാമറിയാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം എന്നാണ് മാലാഖ സന്ദേശമറിയിച്ചതെങ്കിൽ ആമുഖമായിട്ട് ഭയപ്പെടേണ്ട എന്നുള്ളതായ ഒരു ദൂതും അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട എന്നുള്ള ആമുഖത്തോടുകൂടി നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് മാലാഖ അവളോട് അരുളി ചെയ്തപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കേണ്ടി വരുന്നതായ സംഭ്രമം എത്രയാണെന്നുള്ളത് ആ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം. അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. എന്നാൽ അവളുടെ ചാർച്ചക്കാരിയായ എലിസബയുടെ ജീവിതാനുഭവം മനസ്സിലാക്കിയപ്പോൾ ഗബ്രിയേൽ മാലാഖ തന്നെ അവളോട് വിവരിക്കുകയായിരുന്നു. എലിസബയുടെ സാക്ഷ്യം കേട്ട മറിയാം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വചനത്തിന് സമർപ്പിക്കുവാനായിട്ട് തയ്യാറായി. ഈ ഒരവസ്ഥയിൽ മാത്രമല്ല, തുടർന്ന് സഹനങ്ങളുടെ ഒരു തിരമാല തന്നെയാണ് അവളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചത്. എന്തിനു പറയുന്നു? തൻ്റെ പുത്രൻ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്നത് നോക്കി നിൽക്കുവാനായിട്ട് അവൾക്ക് ഇടയായി. ആ കുരിശിൽ മരിച്ച പുത്രൻ്റെ മൃതശരീരം അവളുടെ കരങ്ങളിൽ വഹിക്കുവാനായിട്ട് അവൾക്കിടയാകേണ്ടി വന്നു. ഇതിൽ പരം എന്താ വേദന? പ്രിയമുള്ളവരെയും, അങ്ങനെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ കൂടി കടന്നുപോയ കന്യമറിയാമിനും ഇന്ന് നമ്മളും വിട്ടുകൊടുക്കുന്നില്ല. ഇന്ന് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പോലും കന്യമറിയാമിനെ അവഹേളിക്കുന്നതായ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇന്ന് പോലും അവൾക്ക് ഒരു സ്വസ്ഥത ലഭിക്കാത്തതായ ഒരു അനുഭവം നിലനിൽക്കുന്നു എങ്കിൽ ഒരു കാര്യം വാസ്തവമാണ്, ഇന്ന് തലമുറകൾ ഭാഗ്യവതി എന്ന് കീർത്തിക്കുന്നു. വചനം അക്ഷരം പ്രതി നിവൃത്തിയായി. തലമുറകളെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുന്നു കന്യമറിയാമിനെ കുറിച്ച്. ഇന്ന് ലോകത്തുള്ള ആരാധനാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കന്യമറിയാമിൻ്റെ നാമത്തിലുള്ളതാണെന്നാണ് അറിയപ്പെടുന്നത്. കന്യമറിയാമിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഇന്ന് ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും വാരി കോരി അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാം. ഇയ്യോബിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ഇയ്യോബ് സമ്പന്നതയുടെ കൊടുമുടിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. ആടുമാടുകളും അതുപോലെ മക്കളും സമ്പത്തും സ്ഥാനവും പദവിയും എല്ലാം പരമാവധി അനുഭവിച്ചതായ ഒരു മനുഷ്യനാണ് ഇയ്യോബെങ്കിൽ അതുപോലെ തന്നെ ദൈവഭക്തനായ ഒരു മനുഷ്യനുമായിരുന്നു അദ്ദേഹം. ഇന്ന് നമുക്ക് സമ്പത്തും സൗകര്യങ്ങളും പേരും പ്രതാപവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ പൊതുവെ ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ് കാണുക. ഇതെല്ലാം കിട്ടിയാൽ പിന്നെന്തിനാ ദൈവം? ഇതിനൊക്കെ വേണ്ടിയല്ലേ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് തന്നെ. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അദ്ദേഹം ഈ ദൈവവിശ്വാസം മുറുകെ പിടിച്ച് അനുഗ്രഹത്തിൻ്റെ ആ കൊടുമുടിയിൽ ആയിരുന്ന അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പരീക്ഷകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഗുരുതരമായ രോഗാവസ്ഥയിൽ
ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞ അവസ്ഥയിൽ അദ്ദേഹം തൻ്റെ വിശ്വാസം മുറുകെ പിടിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഏക ആശ്രയം വിശ്വാസമായിരിക്കണം. വിശ്വാസത്തിലെ തീഷ്ണത ഉണ്ടാകുവാനായിട്ടാണ് ഈ തരത്തിലുള്ള പ്രതികൂലതകൾ നമ്മെ അഭിമുഖീകരിക്കുന്നത് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ഇന്ന് നേരെ തിരിച്ചുള്ളതായൊരവസ്ഥയാണ്. വേദനകൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഈ ദൈവം എവിടെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണെന്നുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെയും, കാൽവറിയിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് കുന്തത്താൽ കുത്തേറ്റ് പിടഞ്ഞു മരിച്ച ദൈവത്തിൻ്റെ പുത്രൻ, ആ കാൽവറി മരണത്തിൽ ദൃക്സാക്ഷിയായി നോക്കിയിരുന്ന ഒരു പിതാവാം ദൈവമുണ്ട്. ആ പിതാവാം ദൈവം തൻ്റെ സ്വന്തം പുത്രൻ കാൽവറിയിൽ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് എവിടെയായിരുന്നുവോ അവിടെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ദൈവം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വേദനകളിൽ നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല, സഹനങ്ങളിൽ നമ്മെ തള്ളിപ്പറയുന്ന ഒരു തമ്പുരാനല്ല, മറിച്ച് വേദനകളിൽ, ദുരിതങ്ങളിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന ഒരു ദൈവം. അതാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അപകടം. ആ ഒരു ദൈവാനുഭവമാണ് യോബിനെ ശക്തീകരിച്ചത്, ബലപ്പെടുത്തിയത്. സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞ അവസ്ഥയിൽ മനുഷ്യ പോയി മരിക്കുക എന്ന് പറഞ്ഞിട്ട് പോലും താൻ തൻ്റെ വിശ്വാസം അണിവിട ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല. സംഭവിച്ചതെന്താ? ആ തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം 100 മടങ്ങായി തിരികെ കിട്ടുവാൻ തക്കവണ്ണം ഇടയായി. അതാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്. ഏതൊരു പ്രതിസന്ധിയിലും തമ്പുരാനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചാൽ, അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ടാണ് എന്നുള്ളൊരു ബോധ്യം നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അബ്രഹാം പിതാവിൻ്റെ ജീവിതാനുഭവം നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് തമ്പുരാൻ വിവരിക്കുന്നുണ്ട്. നീ നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും നിൻ്റെ പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് ദൈവം അബ്രാഹാമിനോട് അരുളി ചെയ്യുകയാണ്. ദൈവം അബ്രാഹാമിനോട് അങ്ങനെ പറയുവാനായിട്ട് ഒരു പശ്ചാത്തലമുണ്ട്. അബ്രാഹാമിനെ വിശ്വാസികളുടെ പിതാവായി വളർത്തിയെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ സംഭവിച്ചതെന്താ? തൻ്റെ പിതാവിന് വിഗ്രഹങ്ങളുണ്ടാക്കുന്ന ജോലിയായിരുന്നു. മകനെന്ന നിലയിൽ പിതാവിനെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനുണ്ട്. അങ്ങനെ പിതാവ് വിഗ്രഹങ്ങളുണ്ടാക്കി ഒരു വിഗ്രഹാരാധ്യയായിട്ട് മാറിയപ്പോൾ ഈ മകനും അങ്ങനെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ബോധ്യം ദൈവത്തിനുണ്ടായി. അങ്ങനെയാണ് ആ അവസ്ഥയിൽ നിന്ന് അവനെ തിരികെ വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, സഹനങ്ങളൊക്കെ ദൈവം നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു
ദൈവാനുഭവത്തിൽ, തീക്ഷ്ണമായ ദൈവാനുഭവത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നതായ അനുഭവമായിട്ട് അതിനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മിൽ ഇടപെടാനായിട്ട് ഇടയാകുക. എബ്രഹാം പിതാവിനെ ദൈവം 75-ാമത്തെ വയസ്സിലാണ് നീ നിൻ്റെ ദേശത്തെ, നിൻ്റെ ചാർച്ചക്കാരെ, നിൻ്റെ പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് അരുളി ചെയ്തതെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിരുന്നു ഈ 75 വയസ്സായിട്ട് അവനൊരു സന്തതി പോലുമില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഈ വേദന അവന് അഭിമുഖീകരിക്കേണ്ടി വന്നത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അനുസൃതമായിട്ട് വിട്ടുപോരുവാനുള്ള ഒരു വിളിയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരിച്ച് എബ്രഹാം പിതാവ് ഇറങ്ങിത്തിരിച്ചപ്പോൾ എബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളുടെ മഹാമാരി ആ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ 1, 2, 3 വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് എന്താ? നിന്നെ വലിയൊരു ജാതിയാക്കും, ജാതികളുടെ പിതാവാക്കുമെന്നാണ് ദൈവം എബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. ഒരു സന്തതി പോലും ഇല്ല എന്ന് ഓർക്കണം. അപ്പോഴാ ജാതികളുടെ പിതാവാക്കുമെന്നുള്ള ദൈവിക വാഗ്ദാനം അത് നിറവേറിയോ? ഇന്ന് പരിശോധിച്ചാൽ ഇന്ന് ലോക ജനത മുഴുവനും എന്ന് ഞാൻ പറയും എബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളാണ്. മുസ്ലിംസ്, ക്രിസ്ത്യാനികളാണല്ലോ, യഹൂദന്മാർ എന്ന് വേണ്ട, അപ്പൻ വിഗ്രഹാരാധിയായതുകൊണ്ട് ആ ഗണത്തിൽപ്പെട്ട ആളുകളും എബ്രഹാമിൻ്റെ പാരമ്പര്യത്തിലുണ്ടാകും. അപ്പം ഇന്ന് ലോക ജനത മുഴുവനും എബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളായി മാറുവാനായിട്ട് ഇടയായത് അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടി വന്നതായ തിക്താനുഭവം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ തനിക്ക് വാർദ്ധക്യത്തിൽ ലഭിച്ച പുത്രനെ ബലി കഴിക്കുവാനായിട്ട് പിതാവ് ആഹ്വാനം ചെയ്യുകയാണ്. ആർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, അംഗീകരിക്കാൻ സാധിക്കും? എബ്രഹാമിന് വിശ്വാസികളുടെ പിതാവാക്കുവാൻ തക്കോണം ദൈവം കൊടുത്ത ഒരു അവസരമായിരുന്നു അത്. സ്വന്തം പുത്രനെ ബലി കഴിക്കുവാനായിട്ടുള്ള ആഹ്വാനം. നമ്മളാരെങ്കിലും തയ്യാറാകുമോ? എന്തായാലും തമ്പുരാൻ കൊടുത്തതല്ലേ, തമ്പുരാന് വേണ്ടി ബലി കഴിക്കുവാനായിട്ട് എബ്രഹാം പിതാവ് തയ്യാറാകുകയാണ്. സംഭവിച്ചെന്താ? നമുക്കെല്ലാം അറിയാവുന്ന സംഭവമാണ്. പ്രിയമുള്ളവരെ, അവൻ്റെ മകനെ അവന് തിരികെ കിട്ടി എന്ന് മാത്രമല്ല, വിശ്വാസികളുടെ പിതാവ് എന്നുള്ളതായ ആ പദവി ദൈവം എബ്രഹാം പിതാവിന് കൊടുക്കുകയായിരുന്നു. ഇന്ന് വിശ്വാസികളുടെ പിതാവെന്ന് വേണ്ട, വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ ഉടമകളാകാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, എൻ്റെ അച്ഛ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, കാര്യം ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. തീക്ഷ്ണമായ വിശ്വാസത്തോടെ, ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് സാധിച്ചാൽ സർവശക്തനായ ദൈവം അവൻ്റെ കൽപ്പനകളെ പാലിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് തരും. ദൈവകൽപ്പനകളെ പാലിക്കുവാനായിട്ട് ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നവരാധികവും. എന്നാൽ കൽപ്പനകളെ പാലിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വിശ്വാസത്തോടെ തയ്യാറാവാനായിട്ട് സാധിച്ചാൽ ദൈവം നമ്മളെ ശക്തീകരിക്കും. തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന് പെന്തക്കോസ്തിയിൽ അപ്പോസ്തലന്മാർക്ക് നൽകിയതായ ആ അഭിഷേകം നിറവടിയായി നമുക്കും തരും. നമ്മളൊരു തീരുമാനമെടുത്താൽ മതി. ജീവിതത്തിലെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതികൂലതകൾ എന്ത് തന്നെയായാലും അത് ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് ദൈവം നമുക്ക് തരുന്ന അവസരമായിട്ട് കണ്ടെത്തിക്കൊണ്ട്
നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് വിധേയപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നീ ഞങ്ങളോട് വ്യക്തിപരമായി നീ ഇടപെട്ടുവല്ലോ. നീ ഞങ്ങളെ പഠിപ്പിച്ച വചനങ്ങൾക്ക് വേണ്ടി നിന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, ദുരിതങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും നിന്നെ ഞങ്ങൾ തള്ളിപ്പറയുന്നവരാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവേ. നാഥാ, ഞങ്ങളുടെ ജീവിതത്തിലെ പരിവർത്തനത്തിന് വേണ്ടി നീ ഞങ്ങൾക്ക് തരുന്ന അവസരമാണത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിൻ്റെ സ്നേഹമാണ് ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ നയിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ ആദായപ്പെടുത്തുവാൻ തക്കോണം നീ ഞങ്ങൾക്ക് തരുന്ന അവസരമായിട്ട് തന്നെ കണ്ട് നിന്നെ മുറുകെ പറ്റുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധിതകളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ.